ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ട്രെൻഡിങ് എഐ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. വെബിലും ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ആപ്പ് ഉപയോഗിച്ചും ചെയ്യാൻ പറ്റും. അതിനായിട്ട് ക്ലിങ് എഐ എന്ന് പറയുന്നുള്ള ആപ്പാണ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത്. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അതേപോലെ തന്നെ വെബിലും സെയിം ഇൻ്റർഫേസ് തന്നെയാണ്. ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനകത്ത് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് എഐ വീഡിയോ ആണ്. എഐ വീഡിയോ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിനകത്ത് മോഷൻ കൺട്രോൾ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. മോഷൻ കൺട്രോളിൽ നിങ്ങൾക്ക് ഇമേജസ് മാച്ച് ചെയ്യേണ്ട വീഡിയോ ആണ് ഫസ്റ്റ് സെലക്ട് ചെയ്യേണ്ടത്. മാച്ച് വീഡിയോ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. മാച്ച് വീഡിയോ കൊടുക്കുമ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പുതിയത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരാത്തത്. മാച്ച് വീഡിയോ കൊടുത്തതിന് ശേഷം നമ്മുടെ തൊട്ട് മുകളിൽ അപ്ലോഡ് ഒൺലി ജെപിജി ഓർ പിഎൻജി ഇമേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടല്ലോ. ആഡ് ക്യാരക്ടർ ഇമേജ് എന്ന് പറയുന്ന ഭാഗത്ത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗാലറിയിൽ നിന്ന് തന്നെ മാച്ച് ചെയ്യേണ്ട ഇമേജ് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാനൊരു ഇമേജ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഏകദേശം അത്യാവശ്യം സമയമെടുക്കുന്നൊരു പ്രോസസ്സാണ്. ഇതിൻ്റെ പ്രീമിയം വെർഷൻ എടുക്കുവാണെങ്കിൽ അത്യാവശ്യം ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ പ്രീമിയം വെർഷൻ അത്യാവശ്യം നല്ല പൈസയാകുന്നതുകൊണ്ട് തന്നെ ഫ്രീ വെർഷൻ ഉപയോഗിക്കാൻ പറ്റും. പല പല മെയിൽ ഐ ഡി ഉപയോഗിച്ച് നമുക്ക് വീഡിയോസ് എത്ര വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ആകെ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ നല്ല സമയം എടുക്കും എന്നുള്ളതാണ്. ഇമേജ് സെലക്ട് ചെയ്തതിന് ശേഷം ജനറേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് വീഡിയോ ജനറേറ്റ് ആയിക്കോളും. പക്ഷേ സമയം എടുക്കുന്നൊരു പ്രോസസ്സാണ്.